ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ എജു ഈസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 2 ക്ലാസ് 8ൻ്റെ ബയോളജി ആയ വൈ ക്ലാസിഫിക്കേഷൻ്റെ പാർട്ട് 2 ആയിരുന്നു. നമ്മൾ പാർട്ട് 3 ഇടുവാണ്. അപ്പം ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. നമുക്ക് എന്തായാലും അതിൻ്റെ ബാക്കിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല. എല്ലാവരും ക്ലാസ് കേൾക്കുക. നമുക്കിനിയും എടുക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാക്സോണമി പ്ലാന്റ്സിൻ്റെ ബേസ് ചെയ്തായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് പേജ് നമ്പർ 174 കൊടുത്തിട്ടുണ്ട്, ഡൈവേഴ്സിറ്റി ഇൻ നെയിംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനിയും ലൈൻ ബൈ ലൈൻ അങ്ങ് വായിച്ച് പോകുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറയുന്നത് കേട്ട് പോയാൽ മതി. നോക്കിയേ, അവിടെ നമുക്ക് പിക്ചേഴ്സായിട്ട് ഒരു 4 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത്, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഉപ്പൻ എന്ന് പറയും അല്ലേ. ഉപ്പൻ എന്ന് പറഞ്ഞൊരു ജീവിയാണ്. അതിന് ഉപ്പൻ എന്ന് പേരുണ്ട്, ചെമ്പോത്ത് എന്ന് പേരുണ്ട്, ചകോരം എന്ന് പേരുണ്ട്. ഓക്കെ, അടുത്ത ഒരു ലീഫിൻ്റെ പടമാണ് നമ്മൾ വട്ടേല എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ വട്ടേല എന്ന് പറയും. അത് ചില സ്ഥലത്ത് പൊടുകണ്ണി എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് ഉപ്പൂത്തി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത പേരുകളാണ് അല്ലേ. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പപ്പായ അല്ലേ. പപ്പായ, ചിലയിടത്ത് കപ്പളങ്ങ, ചിലയിടത്ത് എന്താണ് കറമൂസ എന്ന് പറയും, ചിലയിടത്ത് ഓമയ്ക്ക എന്ന് പറയും. നാലാമത്തെ പിക്ചർ എന്താ കൊടുത്തേക്കുന്നത്, ഞങ്ങളുടെ അവിടെയൊക്കെ പഴുതാര എന്നാണ് പറയുന്നത്. ചിലയിടത്ത് അതിനെ കരിങ്കണ്ണി എന്ന് പറയും, ചിലയിടത്ത് കൽക്കുന്നൻ എന്ന് പറയും, ചിലയിടത്ത് എന്താണ് ചെതൂമ്പാരം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല പേരുകളാണ് ഈ ഓരോ ഞാനിപ്പോൾ പറഞ്ഞെടുത്ത് തന്നെ. ഇപ്പം നമ്മളിവിടെ ഉപ്പൻ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ പേരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആ ഒരു ജീവിയുടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം, പക്ഷെ വേറൊരാളോട് നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ കാർൽ ലിനസ് ഒരു ടേം കണ്ടുപിടിച്ചത്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് അതിൻ്റെ മലയാളം എന്നറിയോ? ദ്വിനാമ പദ്ധതി. എന്താണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ, ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ ജോയിനിങ് 2 വേർഡ്സ്. എന്താണ് 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമീകരണത്തെയാണ് നമ്മൾ ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതിൽ 2 നെയിംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീനസും സ്പീഷീസും കൂടെ കൂട്ടിച്ചേർത്താണ് അത് പറയുന്നത്. വെച്ചാൽ പല സ്ഥലങ്ങളിൽ പല ലാംഗ്വേജും പല റീജിയനും ആകുമ്പോൾ അവിടെ എല്ലായിടത്തുമായിട്ട് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഈ സയൻറ്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കണ്ടുപിടിച്ചതാണെന്ന് വെച്ചാൽ നമ്മുടെ കാർൽ ലിനസ് ആണ്. ഓക്കെ, പിന്നെ ആ ഒരു വേർഡിൻ്റെ സയൻറ്റിഫിക് നെയിമിൻ്റെ ഫസ്റ്റ് വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് ജീനസിലും സെക്കൻഡ് വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്, സ്പീഷ്യസിലുമാണ്. ഓക്കെ, പിന്നെ ബൈ ദിസ് മെത്തേഡ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ആൻ ഓർഗാനിസം ഈസ് ദ സെയിം ഓൾ ഓവർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. ഇതനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നറിയാം, ഹോമോസാപ്പിയൻസ്. എല്ലാവരും അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം, ഹോമോസാപ്പിയൻസ് ആണെന്ന് പറയാം. എന്താണ് ഹോമോസാപ്പിയൻസ്. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഓർഗാനിസോം സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബോക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും സാറ് പറഞ്ഞു തരാം, അത് ഫില്ല് ചെയ്യുക മാത്രമല്ല അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കാണാതെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. നോക്കിയേ, എലിഫൻറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നറിയോ, അതിപ്പോൾ തന്നെ പഠിച്ചു പൊക്കോണം, എലിഫസ് മാക്സിമസ്. എന്താണ് എലിഫൻറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം, എന്താണ് എലിഫസ് മാക്സിമസ് കേട്ടോ. അടുത്തത് എന്താണ് പീകോക്ക് അല്ലെങ്കിൽ മയിലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ പാവോ ക്രിസ്റ്റാറ്റസ്. എന്താണ് മയിലിൻ്റെ സയൻറ്റിഫിക് നെയിം ആണ് പാവോ ക്രിസ്റ്റാറ്റസ്. അടുത്തത് ഡോഗ്, നമ്മുടെ നായ കാനിസ് എന്നറിയാമല്ലോ. അപ്പോൾ എന്താണ് കാനിസ് ഫെമിലിയാരിസ്. എന്താണ് ഡോഗിൻ്റെ കാനിസ്
ഫെമിലിയാരിസ്. അടുത്ത എന്താണ്? ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി. ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി. നമ്മുടെ ചെമ്പരത്തിക്ക് 2-3 പേരുകളുണ്ട്. ചൈന റോസ് എന്നറിയപ്പെടാറുണ്ട്, ഷൂ ഫ്ലവർ എന്നറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാർ ഇപ്പോൾ തന്നെ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ സയൻറ്റിഫിക് നെയിം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ എന്താണെന്നറിയോ? ഹിബിസ്കസ് റോസ സിനൈസിസ് കേട്ടോ. ഹിബിസ്കസ് റോസ എന്താണ്? സിനൈസിസ്. അടുത്തത് എന്താണ്? നീം അല്ലെങ്കിൽ നമ്മൾ ആര്യവേപ്പ് എന്ന് പറയും. അതിൻ്റെ എന്താണെന്നറിയോ? അതിൻ്റെയാണ് അസാഡിറക്റ്റ ഇൻഡിക്ക. എന്താണ് നീമിൻ്റെ? നീമിൻ്റെ ആണ് അസാഡിറക്റ്റ ഇൻഡിക്ക. നിങ്ങൾക്ക് 8ലെ കുഞ്ഞുങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ പലതവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, നിങ്ങൾക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്തതാണ് പാടി, നമ്മുടെ നെല്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാഡിയുടെ എന്താണ്? ഒറേസ സറ്റേവ. എന്താണ്? ഒറേസ സറ്റേവ. അടുത്തത് വീറ്റ്. വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീറ്റ് അല്ല, സോറി. അടുത്തത് നെക്സ്റ്റ് എന്താണ്? നമ്മൾ പാഡിയാണ് പറഞ്ഞല്ലേ. ഇനി അടുത്തത് ക്രോയാണ്. എന്താണ്? ക്രോയുടെ എന്താണ്? ക്രോയുടെയാണ് കോർവസ്. എന്താണ്? കോർവസ് സ്പ്ലെൻഡൻസ്. എന്താണ്? കോർവസ് സ്പ്ലെൻഡൻസ്. അടുത്തത് എന്താണെന്നറിയോ? അടുത്തതാണ് നമ്മുടെ എന്താണ്? പ്ലാവ്, നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീ. അതിൻ്റെയാണ് ആർട്ടോകാർപ്പസ് ഹെട്രോ എന്താണ്? ഫൈല. എന്താണ്? പ്ലാവിൻ്റെ എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോ എന്താണ്? ഫൈലസ്. നെക്സ്റ്റ് എന്താണ് കൊടുത്തേക്കുന്നത്? നെക്സ്റ്റ് ടാമറിൻ്റെ ട്രീ. എന്താണ് ടാമറിൻ്റെ ട്രീ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പുളിമരമാണ് കേട്ടോ. പുളിമരത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നറിയോ? ടാമറിൻഡസ് ഇൻഡിക്ക. എന്താണ്? ടാമറിൻഡസ് ഇൻഡിക്ക. പിന്നെന്താണ്? കണിക്കൊന്ന. എന്താണ്? കണിക്കൊന്നയുടെ കാഷ്യ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ എന്താണ്? കാഷ്യ ഫിസ്റ്റുല. അപ്പോൾ ഈ സയൻറ്റിഫിക് നെയിംസ് സാർ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് പലതവണ ഞാൻ ഈ വീഡിയോസ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? പഠിക്കുക. നിർബന്ധമായിട്ട് അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കണിക്കൊന്നയുടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാഷ്യ ഫിസ്റ്റുല. പിന്നെ നമ്മുടെ ഒരു എന്താണ്? പശുവിൻ്റെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പശുവിൻ്റെ എന്താണ്? സൈഡിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബോസ് ടോറസ്. എങ്ങനെയാണ് അത് വായിക്കുന്നത്? ബോസ് ടോറസ് എന്നാണ് വായിക്കുന്നത്. ഇനി എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഇനിയും ടുവേർഡ്സ് മോർ പ്രിസിഷൻ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ശരിയിലേക്ക്. നമുക്ക് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആകെ നമുക്ക് എന്താണ്? പ്ലാന്റ്സും ആനിമൽസിൻ്റെയും പറ്റി മാത്രമേ അതിൽ പറയുന്നുള്ളായിരുന്നു, നമ്മുടെ കാർലിനസ്. എന്നാൽ നമ്മുടെ ജീവലോകം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ നേടിയതാണ്. അനുസരിച്ച് പലതരത്തിൽ അതെന്ത് മാറ്റമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തിരിക്കുന്നു? ബൊട്ടാനിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ എന്ത് ചെയ്തു? അതിനെ ഒന്നുകൂടെ അതിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇച്ചിരും കൂടെ നമുക്ക് അറിയപ്പെടണമെന്ന് പറഞ്ഞ് അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ടു കാർലിനസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ടു ഡാഷ്. ഇതുപോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കോ, ക്രിസ്മസ് എക്സാമിന് കാണും. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ടു ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ എഴുതാം? നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ RH വിറ്റാക്കർ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട് കേട്ടോ. നോക്കിയേ, ഏതൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കിങ്ഡം, പിന്നെ സം ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം, പിന്നെ പെക്യുലാരിറ്റീസ്. അങ്ങനെ 3 ബോക്സസ് ആയിട്ടാണ് അവിടെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കിങ്ഡത്തിൽ വരുന്നതാണ് കിങ്ഡം മൊണീറ. എന്താണ്? കിങ്ഡം മൊണീറ. അത് ഉൾപ്പെടുന്ന ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പോൾ കിങ്ഡം മൊണേറയ്ക്കകത്ത് എന്താണ്? ബാക്ടീരിയ ആണ്. മോൻ ബാറ്റ് കൊണ്ട് കളിച്ചു എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാം. മോൻ എന്താണ്? ബാറ്റ് കൊണ്ട് കളിച്ചു. അപ്പം മൊണീറ എന്ന് പറഞ്ഞതിനകത്ത് വരുന്ന ഓർഗാനിസം ഏതാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് നമ്മുടെ ബാക്ടീരിയ. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവി, ഒരൊറ്റ കോശം മാത്രമേ അതിനെ ഉള്ളൂ. ഇതിന് ബാക്ടീരിയയ്ക്ക് കേട്ടോ. അപ്പോൾ കിങ്ഡം മൊണേറ മനസ്സിലായല്ലോ. അടുത്തതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. എന്താണ് വായിക്കുന്നത്? കിങ്ഡം പ്രൊട്ടിസ്റ്റ. ആ പ്രൊട്ടിസ്റ്റയിൽ
ഏത് ജീവജാലമാണെന്ന് വെച്ചാൽ അമീബയാണ് കേട്ടോ. എന്താണ് അമീബ. നമ്മൾ എക്സാമിനൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അമ്മ നമ്മളെ എന്ത് ചെയ്യും? പൊട്ടിക്കും, തല്ലും അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. പ്രൊട്ടിസ്റ്റ വന്നു കഴിഞ്ഞാൽ എന്താണ്? അമീബയാണ് കേട്ടോ. പ്രൊട്ടിസ്റ്റ അമീബയാണ്. അതിൻ്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസോട് കൂടിയ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം, ഒറ്റ ഏകകോശ ജീവിയാണ് ഇത് പ്രോട്ടിസ്റ്റ, അതിൽ വരുന്ന അമീബ കേട്ടോ. അടുത്ത മൂന്നാമത്തതാണ് ഫഞ്ചേ. എന്താണ് വായിക്കുന്നത്? ഫഞ്ചേ. നമ്മൾ ഫംഗസ് എന്നൊക്കെ പറയത്തില്ലേ, ഫഞ്ചേ. അതിൽ വരുന്നതാണ് മഷ്റൂം. നമ്മൾ പറയത്തില്ലേ കുമിളുകൾ എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ. അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്? നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിക്കാൻ, നമുക്ക് യാത്ര ചെയ്യാൻ അതിന് കഴിയത്തില്ല മഷ്റൂമിന്. അതുപോലെ ഹെട്രോട്രോപ്പിക് യൂണി സെല്ലുലാറാണ്. പിന്നെന്താണ്? അത് ഏകകോശ ജീവി തന്നെയാണ്, അത് ഹെട്രോട്രോപ്പിക്സ് ആണ് കേട്ടോ. പിന്നെന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവജാലങ്ങളാണ് മഷ്റൂം അല്ലെങ്കിൽ അതിൽ വരുന്ന എന്താണ് ഫഞ്ചേ എന്ന് പറയുന്നത്. അടുത്ത പ്ലാന്റയാണ്. പ്ലാന്റയിൽ വരുന്നത് നമ്മുടെ പ്ലാന്റ്സ്, സസ്യങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത ഇത് ഓട്ടോട്രോപ്സ് ആണ്, മൾട്ടി സെല്ലുലാറാണ്, നോൺ മോട്ടൈലാണ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അടുത്തത് എന്താണ്? അനിമേലിയ. അനിമേലിയയിൽ വരുന്നത് ആനിമൽസ് ആണെന്ന് അറിയാലോ, ജന്തുക്കളല്ലേ. ഹെട്രോട്രോപ്പിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതിന് വേറെ കഴിവുണ്ട്. എന്താണ്? ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? അതിന് സഞ്ചരിക്കാനുള്ള കഴിവുള്ള മൾട്ടി സെല്ലുലാറായിട്ടുള്ള ഓർഗാനിസമാണ് ഏത്? നമ്മുടെ അനിമേലിയയിൽ വരുന്ന ആനിമൽസ് എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള ജീവജാലങ്ങൾ, ഹ്യൂമൻ ബീങ്സ് ഒക്കെ എന്താണ്? അതിലാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് എടുക്കുന്നത്. കുറച്ച് കട്ടി നിറഞ്ഞ വാക്കുകളായതുകൊണ്ട് നിങ്ങൾക്കത് വീഡിയോസ് ഒരുപാട് ലെങ്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമുക്ക് തീർക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.